നമസ്തേ. സംസ്ഥാന ലോട്ടറി വകുപ്പ് പുറത്തിറക്കിയ 2026 ജനുവരി 2-ന് നറുക്കെടുക്കുന്ന SK34 സീരീസ് സുവർണ കേരളം ലോട്ടറി ടിക്കറ്റിലെ ചിത്രം വിശ്വാസ സമൂഹത്തിനിടയിൽ വലിയ ആശങ്കയും വേദനയും ഉണ്ടാക്കിയിരിക്കുകയാണ്. ശിവലിംഗത്തിൽ ആർത്തവരക്തം വീഴുന്ന രീതിയിലാണ് ഈ ചിത്രം. ഇതൊരു അബദ്ധമാണോ അതോ ബോധപൂർവം വിശ്വാസികളെ വ്രണപ്പെടുത്താൻ ചെയ്തതാണോ എന്ന് അറിയേണ്ട അവകാശം പൊതുസമൂഹത്തിനുണ്ട്. നികുതിപ്പണം കൊണ്ടും ലോട്ടറി വിറ്റുകിട്ടുന്ന പണം കൊണ്ടും പ്രവർത്തിക്കുന്ന സർക്കാർ സംവിധാനങ്ങൾ ഇത്തരം വിവാദ ചിത്രങ്ങൾ നൽകുന്നതിന്റെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് ലോട്ടറി വകുപ്പ് അധികാരികളിൽ നിന്നും ചോദിച്ചറിയാനുള്ള അവസരം നമുക്കുണ്ട്. കേരള സർക്കാർ ഇതിലൂടെ അർത്ഥമാക്കിയതെന്ത്? ലോട്ടറിയും ശിവലിംഗവും തമ്മിലുള്ള ബന്ധമെന്ത്? ഏത് സഖാവിന്റെ സ്വന്തം സഖാത്തിയുടേതാണ് ശിവലിംഗത്തിലേക്ക് ആർത്തവരക്തം വീഴുന്ന ഈ ഫോട്ടോ? ആർട്ട് ഇൻസ്റ്റലേഷൻ എന്നൊന്നും പറഞ്ഞു വരണ്ട. അടുത്ത ലോട്ടറിയിൽ ഈ ശിവലിംഗത്തിന് ചുറ്റും ഒരു കറുത്ത തുണി കൊണ്ടുള്ള മറകെട്ടി ഇതേ ചിത്രം കൊടുക്കാമോ? ഈ ചലഞ്ച് ഏറ്റെടുക്കുമോ? ഈ ടിക്കറ്റിനെ വിൽക്കാൻ പാടില്ല, അത് പിൻവലിക്കണം. ഉത്തരവാദികൾ ശിക്ഷിക്കപ്പെടണം. ലോട്ടറി ഡിപ്പാർട്ട്മെന്റ് ഇറക്കിയ 1 കോടി രൂപയുടെ ലോട്ടറി ടിക്കറ്റിന്റെ ശിവലിംഗത്തിലേക്ക് ആർത്തരക്തം ഒഴുകുന്ന ചിത്രമാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. ഈ സർക്കാരും ഈ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയും നിരന്തരമായി ഹിന്ദു വിശ്വാസികളെ അവഹേളിക്കുന്നത് പതിവാക്കി മാറ്റിയിരിക്കുകയാണ്. ഇത്തരം നടപടികളിൽ കൈയടിക്കുന്ന മാനസിക രോഗികളുടെ പിന്തുണയാകാം സർക്കാരിന്റെ പ്രചോദനം. സനാതന ധർമ്മത്തെ ഏത് വിധിനെയും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നവരുടെ സംഘടിത ആക്രമണമാണ് ഇക്കാലയളവിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹിന്ദു സമൂഹം കണ്ണു തുറക്കാൻ തയ്യാറല്ല എങ്കിൽ അത് ആത്മനാശമാണ് വരുത്തിവെക്കുക. ഈ ശുദ്ധ തെമ്മാടിത്തരം യോനി കവാടം സൃഷ്ടിച്ച ആവിഷ്കാര സ്വാതന്ത്ര്യം, ഹിന്ദു മതത്തിനെതിരെ എന്തും ചെയ്യാം എന്ന പിണറായിയുടെ ധാർഷ്ട്യം, ശിവലിംഗത്തിൽ ആർത്തവരക്തം വീഴ്ത്തുന്ന സംസ്ഥാന സർക്കാർ ലോട്ടറി ടിക്കറ്റ് ടോം ജോസഫ് എന്ന ചിത്രകാരൻ വരച്ച ലളിത കലാ അക്കാദമിയുടെ ചിത്രശേഖരത്തിൽ നിന്നും എടുത്ത ചിത്രമാണ്. ഹിന്ദുവിനെ അപമാനിക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടെ മാത്രമാണ് ശിവലിംഗത്തിലേക്ക് ആർത്തവരക്തം വീഴുന്നതായിട്ടാണ് പ്രസ്തുത ചിത്രത്തിലൂടെ വരച്ചു കാണിക്കുന്നത്. ഇത് ഹിന്ദുക്കളെയും ശിവലിംഗത്തെയും ഹിന്ദു വിശ്വാസ പ്രമാണങ്ങളെയും ബോധപൂർവം അപമാനിക്കുക എന്ന ഉദ്ദേശത്തോടെ മാത്രമാണ് ബാലഗോപാലന്റെ കേരള ലോട്ടറി വകുപ്പ് ഈ ചിത്രം അച്ചടിച്ചത്. കൂട്ടത്തിൽ രക്തക്കറ പുരണ്ട ഒരു വസ്ത്രത്തിന്റെ ചിത്രം കൂടിയുണ്ട്. സരസ്വതി ദേവിയുടെയും ഭാരതമാതാവിന്റെയും നഗ്നചിത്രം വരച്ച MF ഹുസൈന് ലോക പ്രശസ്ത ചിത്രകാരനായ രാജാ രവിവർമ്മയുടെ പേരിലുള്ള അവാർഡ് കൊടുത്ത് ഹിന്ദു സമൂഹത്തെ ഒന്നാകെ അപമാനിച്ചവരാണ് 2016 അധികാരത്തിലേറിയ പിണറായി സർക്കാർ എന്നോർക്കണം. കേക്ക് മുറിക്കാഞ്ഞാൽ പാപ്പാവേഷം കെട്ടാഞ്ഞാൽ തകർന്നു വീഴുന്ന മതേതരത്വത്തെ സംരക്ഷിക്കാൻ പെടാപ്പാടുപെട്ട ഈ മതേതരനും സർക്കാരിനും ഇസ്ലാമിക തീവ്രവാദികളെ സുഖിപ്പിച്ച് 4 വോട്ട് വാങ്ങിക്കാൻ ഹിന്ദുവിനെതിരെ എന്തുമാകാമെന്നാണ് ചിന്തയെങ്കിൽ അതിനെ തച്ചു തകർക്കുക തന്നെ ചെയ്യും, പ്രതികരിക്കുക തന്നെ ചെയ്യും.